സ്റ്റാൻഡേർഡിൻ്റെ തേർഡ് ലെസനായ കന്യാകുമാരിക്ക് യാത്ര എന്ന ലെസൺ നോക്കാം. ഇത് രണ്ട് കുട്ടികൾ തമ്മിലുള്ള കോൺവെർസേഷനാണ്. കൃഷ്ണ, രാഘവ്, ഇതാണ് അവരുടെ പേരുകൾ. ലെസൺ നോക്കാം. കൃഷ്ണ ചോദിക്കുകയാണ്, രാഘവ് കേസേ ഹോ? രാഘവിനോട് കൃഷ്ണ ചോദിക്കുന്നു, ഹൗ ആർ യു എന്ന് ചോദിക്കുന്നു. ഹൗ ആർ യു രാഘവ് എന്ന് ചോദിക്കുന്നു. രാഘവ്, മേ ടീക്ക് ഹൂം, തും ബത്താവോ കേസേ ഹോ? ഞാൻ ഓക്കെയാണ്, എന്താ നിൻ്റെ കാര്യം പറയൂ, ഹൗ ആർ യു എന്ന് ചോദിച്ചു. കൃഷ്ണ, മേ ടീക്ക് ഹൂം, ഞാനും ഓക്കെയാണ്. ഇസ് ബാർ കി ഗർമി കി ഛുട്ടിയാ കൈസി രഹി? ഇപ്രാവശ്യത്തെ സമ്മർ വെക്കേഷൻ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ വന്ന് രാഘവും കൃഷ്ണയും കാണുമ്പോഴുള്ള കോൺവെർസേഷനാണ്. വെക്കേഷനൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ആയിരുന്നു ചോദിച്ചത്. രാഘവ്, ബഹുത് അച്ഛി രഹി മിത്ര, ഇസ് ബാർ ഹം സപരിവാർ കന്യാകുമാരി ഗയേ ഥേ. ഇപ്രാവശ്യത്തെ സമ്മർ വെക്കേഷൻ വളരെ നന്നായിരുന്നു. മിത്ര എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്. ഇസ് ബാർ ഹം സപരിവാർ, സപരിവാർ എന്ന് പറഞ്ഞാൽ വിത്ത് ഫാമിലി, ഞങ്ങൾ ഫാമിലി എല്ലാവരും ചേർന്ന് എവിടെ പോയി? കന്യാകുമാരി ഗയേ ഥേ, കന്യാകുമാരിയിൽ പോയിരുന്നു. കൃഷ്ണ, വാ യേ തോ ഖൂബ് രഹി, पिछली बार भारत के उत्तरी छोर कश्मीर की सैर और इस बार दक्षिणी छोर കന്യാകുമാരി की सैर. അത് നന്നായിട്ടുണ്ടല്ലോ എന്ന് കൃഷ്ണ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പിച്ചലി ബാർ, കഴിഞ്ഞ സമ്മർ വെക്കേഷൻ, കഴിഞ്ഞ പ്രാവശ്യം. പിച്ചലി ബാർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എന്നാണ്, അതായത് കഴിഞ്ഞ സമ്മർ വെക്കേഷന് ഭാരത് കെ ഉത്തരി ചോർ കശ്മീർ കി സൈർ, ഭാരതത്തിൻ്റെ സൗത്തേൺ എഡ്ജിൽ കിടക്കുന്ന കാശ്മീരിലായിരുന്നു കഴിഞ്ഞ വർഷം നിങ്ങൾ പോയത്. ഇപ്രാവശ്യം ദക്ഷിണി ചോർ, അതായത് നോർത്തേൺ എഡ്ജിലുള്ള കന്യാകുമാരിയായിരുന്നു പോയത്. അത് വളരെ നന്നായിട്ടുണ്ടെന്നാണ് കൃഷ്ണ പറഞ്ഞത്. രാഘവ് പറയുകയാണ്, ഹാ മിത്ര, കാശ്മീർ കി സൈർ കർനെ കെ ബാദ് സേ ഹി മേരി ഇച്ഛ കന്യാകുമാരി ദേഖ്നെ കി ഥി. അതേ ഫ്രണ്ട്, എനിക്ക് കാശ്മീരിലെ യാത്ര കഴിഞ്ഞപ്പോൾ മുതൽ ഒരു ആഗ്രഹമായിരുന്നു കന്യാകുമാരി കാണണമെന്ന്. കൃഷ്ണ, തും കന്യാകുമാരി ഹവായി ജഹാസ് സേ ഗയേ ഥേ? നീ കന്യാകുമാരിയിൽ എയറോപ്ലെയിനിലാണോ പോയത്, ഫ്ലൈറ്റിലാണോ പോയതെന്ന് കൃഷ്ണ ചോദിച്ചു. രാഘവ്, നഹി ഹം ലോഗ് നയി ദില്ലി സേ ഹിമസാഗർ എക്സ്പ്രസ് സേ ഗയേ ഥേ. അപ്പോൾ രാഘവ് പറഞ്ഞു, ഇല്ല, ഞങ്ങളെല്ലാവരും ന്യൂഡൽഹിയിൽ നിന്നും ഹിമസാഗർ എക്സ്പ്രസ്സിലാണ് പോയത്, അതായത് ട്രെയിനിലാണ് പോയത്. कृष्णा, हिमसागर एक्सप्रेस तो भारत की सबसे लंबी दूरी की ट्रेन है. ഹിമസാഗർ എക്സ്പ്രസ് എന്ന് പറയുന്നത് ഭാരതത്തിലെ ഏറ്റവും ദൂരമുള്ള ട്രെയിനാണല്ലോ, അതായത് ഏറ്റവും ദൂരെ യാത്ര പോകുന്ന ട്രെയിനാണല്ലോ എന്ന് കൃഷ്ണ പറഞ്ഞു. രാഘവ്, യേ ട്രെയിൻ ജമ്മു തവി സേ കന്യാകുമാരി തക് ജാത്തി ഹേ. ഈ ട്രെയിൻ ജമ്മു തവി എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്നും കന്യാകുമാരി വരെയാണ് പോകുന്നത്. കന്യാകുമാരി കൈസാ ഷെഹർ ഹേ? കൃഷ്ണ ചോദിച്ചു, കന്യാകുമാരി എങ്ങനെയുള്ള സിറ്റിയാണ്? അപ്പോൾ രാഘവ് പറഞ്ഞു, ഏക് അദ്ഭുത ഷെഹർ ഹേ, ഇതൊരു അത്ഭുതകരമായ, അവിടെ ചെന്ന് കാണുമ്പോൾ അത്ഭുതം തോന്നുന്ന ഒരു സിറ്റിയാണ്. ബംഗാൾ കി ഖാഡി അറബ് സാഗർ ഓർ ഹിന്ദ് മഹാസാഗർ കെ സംഗം പർ സ്ഥിതി ഹേ. കന്യാകുമാരി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബംഗാൾ കി ഖാഡി, ബേ ഓഫ് ബംഗാൾ, അറബ് സാഗർ, അറബ് സാഗർ എന്ന് പറഞ്ഞാൽ അറേബ്യൻ സീ, ഹിന്ദ് മഹാസാഗർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യൻ. ബംഗാൾ കി ഖാഡി, അറബ് സാഗർ, ഹിന്ദ് മഹാസാഗർ, ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ, ഇന്ത്യൻ ഓഷ്യൻ, ഇവയുടെ സംഗമസ്ഥാനത്താണ്, ഇവ മൂന്നും കൂടിച്ചേരുന്നിടത്താണ് ഈ കന്യാകുമാരി സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണ, मैंने सुना है कि यहाँ आने वाले सैलानियों का उद्देश्य होता है कन्याकुमारी अम्मन मंदिर देखना और यहाँ के सूर्योदय तथा सूर्यास्त के दृश्य का आनंद लेना. അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടെ വരുന്ന സൈലാനി ടൂറിസ്റ്റുകളുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം കുമാരി അമ്മൻ മന്ദിർ, അതായത് കന്യാകുമാരി ദേവിയുടെ ടെമ്പിൾ കാണുക, അതോടൊപ്പം ഇവിടത്തെ സൂര്യോദയ് തഥാ സൂര്യാസ്ത്, സൺറൈസും സൺസെറ്റും കണ്ട് ആസ്വദിക്കുക എന്നതിനാണ് ആൾക്കാർ ഇവിടെ വരുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്.
രാഘവ് ബിൽക്കുൽ സഹി സുനാ ഹെ തുമ്നെ കുമാരി അമ്മൻ മന്ദിർ സമുദ്ര തട് പർ സ്ഥിത് ഹെ. നീ കേട്ടത് ശരിയാണെന്ന് രാഘവ് പറഞ്ഞു. ബിൽക്കുൽ സഹി സുനാ ഹെ തുമ്നെ എന്ന് പറഞ്ഞാൽ നീ കേട്ടത് വളരെ ശരിയാണ്. കുമാരി അമ്മൻ മന്ദിർ സമുദ്ര തട് പർ സ്ഥിത് ഹെ. കന്യാകുമാരി ദേവിയുടെ അമ്പലം സമുദ്രതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മന്ദിർ കെ ഗർഭഗൃഹമേയും വിഭിന്ന ആഭൂഷണോ സേ സജി ദേവി കി അത്യന്ത് സൗമ്യ പ്രതിമ ഹെ. ആ ടെമ്പിളിനകത്ത് ഗർഭഗൃഹം എന്ന് പറഞ്ഞാൽ ദേവിയുടെ ശില്പം വച്ചിരിക്കുന്ന സ്ഥലം, പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലം. അവിടെ ദേവി എങ്ങനെയാണ് കാണപ്പെടുന്നത്? വിഭിന്ന ആഭൂഷണോത്സേ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് വളരെ സൗമ്യ രൂപത്തിൽ, ശാന്ത രൂപത്തിലാണ് കാണപ്പെടുന്നത്. അതായത് പലതരത്തിലുള്ള ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഒരുങ്ങി വളരെയധികം ശാന്ത രൂപത്തിൽ ദേവി ഗർഭഗൃഹത്തിൽ കാണപ്പെടുന്നു. കൃഷ്ണ ഓർ ക്യാ ക്യാ ദേഖാ തുമ്നെ. അപ്പോൾ കൃഷ്ണ പിന്നെയും ചോദിക്കുന്നു, പിന്നെ നീ എന്തൊക്കെയാണ് അവിടെ കണ്ടത്? രാഘവ് അപ്പോൾ രാഘവ് പറഞ്ഞു, സമുദ്ര തട് സേ കുച്ച് ഹി ദൂരി പർ സമുദ്രയ്ക്ക് മധ്യമേ ദോ ചട്ടാനേ ഹെ. സമുദ്ര തീരത്ത് നിന്നും കുറച്ച് ദൂരെയായിട്ട് സമുദ്രയ്ക്ക് മധ്യമേ സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ദോ ചട്ടാനേ ഹെ രണ്ട് പാറകൾ ഉണ്ട്. जिनमें से एक चट्टान पर 40.5 मीटर ऊंची തമിഴ് സന്ത് കവി തിരുവള്ളുവർ കി പ്രതിമ ഹെ. അതിൽ ഒരു പാറപ്പുറത്തിൽ എന്താണ് 40.5 മീറ്റർ നീളമുള്ള ഊഞ്ചി നീളം ഉള്ള തമിഴ് സന്ത കവിയായ ആരാണ്? തിരുവള്ളുവറിൻ്റെ പ്രതിമ കാണപ്പെടുന്നു. ഇനോനെ കാവ്യഗ്രന്ഥ തിരുക്കുറൽ കി രചന കീ തി. ഇദ്ദേഹമാണ്, അതായത് സന്ത കവിയായ തിരുവള്ളുവറാണ് തിരുക്കുറൽ രചിച്ചത്. കൃഷ്ണ ഓർ ദൂസരി ചട്ടാൻ പർ ക്യാ ഹെ. രണ്ടാമത്തെ ആ പാറയിൽ എന്താണുള്ളത്? രാഘവ് ദൂസരി ചട്ടാൻ പർ സ്വാമി വിവേകാനന്ദ് കാ സ്മാരക് ഹെ. രണ്ടാമത്തെ ആ പാറയിൽ സ്വാമി വിവേകാനന്ദൻ്റെ സ്മാരകമാണ് സ്ഥിതി ചെയ്യുന്നത്. ജിസ്മേ സ്വാമി വിവേകാനന്ദ് കാൻസേ കി 2.5 മീറ്റർ ഊഞ്ചി പ്രതിമ ഹെ. പാറയിൽ സ്ഥിതി ചെയ്യുന്നത് എന്താണ്? വിവേകാനന്ദൻ്റെ കാൻസേക്ക് 2.5 മീറ്റർ ഊഞ്ചി പ്രതിമ. കാൻസ എന്ന് പറഞ്ഞാൽ ബ്രോൺസിലുള്ള 2.5 മീറ്റർ പൊക്കമുള്ള ഒരു പ്രതിമയാണ് ഉള്ളത്. शिकागो सम्मेलन में शामिल होने से पूर्व विवेकानंद जी ने यहाँ ध्यान किया था. അപ്പോൾ ചിക്കാഗോ സമ്മേളനത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വിവേകാനന്ദൻ ഇവിടെ വന്ന് എന്താണ് ധ്യാനത്തിൽ ഇരുന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൃഷ്ണ തുമ്നെ വഹാക്കെ സൂര്യോദയ ഓർ സൂര്യാസ്ത കാ ആനന്ദ് ലിയ. പിന്നെ അടുത്ത ഒരു ഡൗട്ട് കൃഷ്ണയ്ക്ക് എന്താണ്? നീ സൺറൈസും സൺസെറ്റും ഒക്കെ കണ്ടോ എന്ന് രാഘവിനോട് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് രാഘവ് പറഞ്ഞു, ഹാ മിത്ര അദ്ഭുത നസാര था वो. शाम के समय हम सब की निगाहें आसमान की ओर लगी थी. അതേ ഫ്രണ്ട്, ഞാൻ അത് കണ്ടു. വളരെ അത്ഭുതകരമായ ഒരു കാഴ്ചയാണത്. വൈകുന്നേരമായപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകൾ ആകാശത്ത് തന്നെ ആയിരുന്നു. സൂരജ് അപ്പിനി ഊഷ്മ സമേറ്റ്നെ ലഗാ था. സൂര്യൻ തൻ്റെ ഹീറ്റ് അങ്ങനെ ഒതുക്കി എടുക്കുകയായിരുന്നു, കളക്ട് ചെയ്യുകയായിരുന്നു. സമേറ്റ്ന കളക്ട് ചെയ്യുക, അതായത് സൂര്യൻ ഈ ഭൂമിയിലേക്ക് പരത്തിയ ചൂടൊക്കെ തിരിച്ച് കളക്ട് ചെയ്യുകയായിരുന്നു. അതായത് ചൂടൊക്കെ വൈകുന്നേരമായപ്പോൾ കുറഞ്ഞു, അതാണ് ഉദ്ദേശിക്കുന്നത്. ആസ്മാൻ മേ ചാരോ തരഫ് നാരംഗി കിരണേം ഭൈനെ ലഗി ഥി. ആകാശത്തിൻ്റെ 4 ഭാഗവും ഓറഞ്ച് കളർ വ്യാപിക്കുവാൻ തുടങ്ങി. നാരംഗി എന്ന് പറഞ്ഞാൽ ഓറഞ്ച്, കിരണേം എന്ന് പറഞ്ഞാൽ റൈസ്. അപ്പം ഓറഞ്ച് കളറിലുള്ള റൈസ് അങ്ങനെ പരക്കുവാൻ തുടങ്ങി. ധീരെ ധീരെ വ സാഗർ മേ സമാനെ ലഗ और कुछ ही पलों में बादलों की ओट में छिप गया. धीरे പതുക്കെ പതുക്കെ ധീരെ ധീരെ പതുക്കെ പതുക്കെ സൂര്യൻ സമുദ്രത്തിലേക്ക് സമാനെ ലഗ എന്ന് വെച്ചാൽ പ്രവേശിക്കുവാൻ തുടങ്ങി. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ബാദലോं की ओट में छिप गया. ഓട്ട് എന്ന് വെച്ചാൽ മൂടുപടം, ബാദൽ ക്ലൗഡ്സ് ആകുന്ന മൂടുപടത്തിലേക്ക് ഒതുങ്ങിപ്പോയി സൂര്യൻ. അതായത് എന്താ, സൂര്യാസ്തമനം സംഭവിച്ചു കഴിഞ്ഞു.
മിത്ര സൂര്യോദയ കാ ദൃശ്യ തോ ഓർ ഭി മനോരം ഹോഗ. അപ്പോൾ കൃഷ്ണ വീണ്ടും ചോദിക്കുകയാണ്, ഫ്രണ്ട്, സൺറൈസ് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിലും വളരെ മനോഹരമായിരുന്നിരിക്കുമല്ലോ എന്നവൻ ചോദിച്ചു. കൃഷ്ണ ചോദിച്ചു. രാഘവ്, ബിൽക്കുൽ, സൂര്യോദയ കാ ദൃശ്യ ബേഹദ് ഖൂബ്സൂരത്ത. കറക്റ്റാണ്. സൂര്യോദയം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു സീനറി വളരെയധികം ഭംഗിയുള്ളതാണ്. 5 ബജെ സേ ഹി ലോഗ് സാഹർ തട് പർ ജമാ ഹോനെ ലഗെ. 5 മണിയാകുമ്പോൾ തന്നെ ആൾക്കാർ സാഗർ തടുപ്പർ എന്ന് പറഞ്ഞാൽ സമുദ്രതീരത്ത് ജമാ ഹോനെ ലഗെ ഒത്തുകൂടുവാൻ തുടങ്ങി. ധീരെ ധീരെ പൂർവ്വ ദിശാമേ क्षितिज पर सुनहरा रंग फैल गया और उसके मध्य के एक लाल रंग का उभार दिखाई दिया जो कुछ ही पलों में नारंगी अर्धवृत्त से പൂർണ്ണവൃത്ത് में बदल गया. അപ്പോൾ സൂര്യോദയത്തിനെ വർണ്ണിക്കുകയാണ്. അത് വളരെയധികം ഭംഗിയുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവർ 5 മണിയായപ്പോൾ തന്നെ സമുദ്രതീരത്ത് പോയെന്നും അവിടെ അപ്പോൾ തന്നെ ധാരാളം ആൾക്കാർ ഒത്തുകൂടിയെന്നും പറയുന്നു. ധീരെ ധീരെ പൂർവ്വ ദിശാമേ ക്ഷിതിജ് പർ. പതുക്കെ പതുക്കെ ഈസ്റ്റിൽ എന്ത് സംഭവിച്ചു? ക്ഷിതിജ് പർ. ക്ഷിതിജ് എന്ന് പറഞ്ഞാൽ സമുദ്രവും ഭൂമിയുമായിട്ട് ചേരുന്ന ഒരു വര പോലെ ഉണ്ട്. ക്ഷിതിജ് എന്ന് പറയുന്നത് ഹൊറിസോൺ എന്നതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് പറയും. അപ്പോൾ ഹൊറിസോണിൽ എന്താണ് കണ്ടത്? സുൻഹര രംഗ് ഫൈൽ ഗയ, ഗോൾഡൻ കളർ അങ്ങനെ വ്യാപിച്ചു. ഉസ്കെ മധ്യ സേ ഏക് ലാൽ രംഗ് കാ ഉഭാർ ദിഖായി ദിയ जो कुछ ही पलों में नारंगी अर्धवृत्त से പൂർണ്ണവൃത്ത് में बदल गया. അപ്പോൾ ഈ ഗോൾഡൻ കളറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു റെഡ് കളർ, ലാൽ രംഗ് എന്ന് പറഞ്ഞാൽ റെഡ് കളറിൻ്റെ ഒരു ഉഭാർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ഷൻ ഇങ്ങനെ കാണപ്പെട്ടു. അത് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് നാരംഗി അർദ്ധവൃത്തം, ഓറഞ്ച് നിറത്തിലുള്ള ഒരു ഹാഫ് സർക്കിളിൽ നിന്നും ഫുൾ സർക്കിളായിട്ട് മാറി. പൂർണ്ണവൃത്ത്, അതായത് ഹാഫ് സർക്കിളായിട്ടൊരു ഓറഞ്ച് കളറിൽ സൂര്യൻ കാണപ്പെടുകയും അത് പൊങ്ങി വരുമ്പോൾ അത് ഫുൾ സർക്കിളായിട്ട് മാറുകയും ചെയ്തു. ബേഹദ് രോമാഞ്ചകാരി ഥാ വ ദൃശ്യ. വളരെയധികം രോമാഞ്ചം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. സച്ച് പൂച്ചോ തോ മേരെ ലിയേ വേ ദോനോ ദൃശ്യ അവിസ്മരണീയ ഹെ. സത്യം പറഞ്ഞാൽ ആ 2 ദൃശ്യങ്ങളും, അതായത് സൺസെറ്റും സൺറൈസും, എനിക്ക് ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത 2 ദൃശ്യങ്ങളാണ്. കൃഷ്ണ, അഗലി ഗർമി കി ചുട്ടിയോ മേ മേം ഭി അപ്നെ മമ്മി പാപ്പാ കെ സാത്ത് കന്യാകുമാരി ജാവുങ്ക. അടുത്ത സമ്മർ വെക്കേഷന് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അച്ഛനും അമ്മയുമായിട്ട് കന്യാകുമാരിയിൽ പോകും. രാഘവ്, അവശ്യ ജാന, ഫിലാൽ കക്ഷാമേ ചലത്തെ ഹേ, മധ്യാവകാശ് സമാപ്ത് ഹോഗയാ. തീർച്ചയായിട്ടും പോകണം എന്ന് രാഘവ് പറഞ്ഞു. എന്നിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, നമുക്കിപ്പോൾ എവിടെ പോകാം? ക്ലാസ്സിലേക്ക് പോകാം. കക്ഷാമേ ചലത്തെ ഹേ, ക്ലാസ്സിലേക്ക് പോകാം. ഇൻ്റർവെല്ല് കഴിഞ്ഞു എന്ന് രാഘവ് കൃഷ്ണയെ ഓർമ്മിപ്പിച്ചു. ഈ ക്ലാസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.